സ്മൃതികൾക്കിടയിൽ ഒരു ഗീതകം. എന്തായാലും സാബി, കുഞ്ഞുങ്ങളെന്ന് പറയുന്നവർ അവര് പെട്ടെന്നൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റൂല. ഞാൻ ഒരു പുല്ല് വില പോലും കൽപ്പിക്കാണ്ടല്ലേ അവരെ കൊച്ചിന് നല്ല അടുത്തുനിന്ന് പഠിച്ചിട്ട് സ്കൂളിൽ കൊണ്ട് മാറ്റിയത്. സ്കൂള് മാറ്റുന്നൊന്നും വലിയ കാര്യമല്ല. സ്കൂള് മാറ്റിക്കൊണ്ട് കാര്യമില്ല, ഒരു വർഷം കൊണ്ട് അവരാളാക്കി. ഇതാണ് ആ കൊച്ചിന്റെ ബുദ്ധിയൊക്കെ. കൊച്ചിന് ഒരു കല്ല് പെൻസിൽ, ഒരു പെൻസിൽ പോലും മേടിച്ചു തരാൻ അവർ സമ്മതിച്ചിട്ടില്ലല്ലോ. എന്ത് പാടുപെട്ടാ ഞാൻ അതിന് അവിടെ അംഗൻവാടിയിലൊക്കെ കൊണ്ടുപോയി. അങ്ങനെയാണ് സാബി. 10 വയസ്സായ കുട്ടി വീടിയും വിലക്കും 12 വയസ്സായ വെള്ളം ഒരു ക്യാരക്ടർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്നിട്ട് ടൗണിലുള്ള സ്കൂളിൽ വിട്ടതും പഠിപ്പിച്ചത്. അല്ല, ഇപ്പൊ ആ കുട്ടികളെ അവിടുന്ന് മാറ്റുവോ, ആ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റുന്നതോ ഒക്കെ നമുക്ക് ആലോചിക്കാം സാബി. ഒരുപാട് കാര്യങ്ങളുണ്ട് സാബി. ഇപ്പൊ നിങ്ങള് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു, ഞാനിങ്ങനെ കാഴ്ച കണ്ടു, ഞാനിങ്ങനെ സംഭവിച്ചു, എന്നെ ഉപദ്രവിച്ചിട്ടില്ലല്ലോ. അല്ല സാബി, അതൊക്കെ കഴിഞ്ഞു പോയി. നമുക്ക് ജാതകത്തിൽ അതായത് കഴിഞ്ഞു പോയി. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാന്ന് മാത്രം ആലോചിക്കും. ഒന്നിച്ച് ഞാൻ താമസിക്കാൻ തയ്യാറല്ല. അത് വിടപ്പോ, അത് വിട്. ഈ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഞാൻ അവരെ പഠിപ്പിക്കാൻ തയ്യാറാണ്. എനിക്ക് അവരുടെ 5 പൈസ പോലും വേണ്ട. എപ്പോ വേണേലും വന്നോട്ടെ, കൊണ്ടോട്ടെ. അഭയദാസ് പറയുന്നതും ആ കുഞ്ഞിനെയും കൂടെ എങ്ങോട്ട് എന്നെ ഉപദ്രവിക്കാണ്ട് കാണാനും കൊണ്ടുപോകാനും ഉള്ള അത് തന്നെ അഭയദാസ് പറയുന്നു. ഞാൻ അവരെ ഉപദ്രവിക്കാൻ പോയില്ലല്ലോ. ഞാൻ എങ്ങനെ അവരെ ഇനി ഉപദ്രവിക്കില്ല അഭയദാസ്, ഇനി ഉപദ്രവിക്കേയില്ല. ഇനി നിങ്ങളെ ഉപദ്രവിക്കുകയോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരികയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്റെ ബുദ്ധിമോശം കൊണ്ട് പലതും സംഭവിച്ചു പോയെന്നാണ് പറയുന്നു. ഒറ്റ പ്രാവശ്യം ഓർഡർ കൊണ്ട് കൊടുക്കാൻ വേണ്ടി അന്ന് എന്നോട് അവര് പറഞ്ഞു ചെയ്താൽ താൻ അകത്ത് പോകുന്നു മനസ്സിലാക്കി തന്നു. ഇങ്ങനെ വരുവാണെങ്കിൽ ഞാൻ അങ്ങനെ ഇറങ്ങി വിട്ടു പോവുള്ളൂ. നേർക്ക് പോലും കാണരുതെന്നോർത്ത് പേടിച്ചിട്ട് ഇനിയിപ്പോ അവര് നടക്കണ പുറകെ താൻ പോകേണ്ട ആവശ്യമില്ല. ഒരു കോടതി മൂത്ത കുട്ടിയെ അമ്മയെ കാണിക്കാൻ സമ്മതിക്കാതെ നിങ്ങൾ മാറ്റിക്കൊണ്ട് നിൽക്കുന്നതിന്റെ അർത്ഥം ആ കുട്ടി പഠിക്കുന്ന സ്കൂളിലോ അതിനുള്ള സൗകര്യം അതിന് കോടതി നല്ലൊരു തീരുമാനം നമുക്ക് തന്നായിരുന്നു. ഈ സ്ത്രീ വന്ന് കാണാൻ ഞാൻ എവിടെ കൊണ്ട് കാണിക്കും. അപ്പൊ എങ്ങനെ ആ കുട്ടിയുടെ സ്നേഹം അമ്മയ്ക്ക് കിട്ടും? അമ്മയ്ക്ക് എങ്ങനെ ആ കുട്ടിയെ സ്നേഹിക്കാൻ പറ്റും? സാറേ, ഞാനേ ഈ അമ്മേനെ കാണണ്ടായെന്ന് ഒന്നും അവർ പറയാറില്ല. അതാ സ്കൂളിലും പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ഇവന്റെ അമ്മ വന്ന സാറ് കാണിച്ചോ, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. പിന്നെ മോനെ കാണണമെന്ന് ഇഷ്ടമാണെങ്കിൽ ടീച്ചറുടെ കഴിവുപോലെ എന്നാന്ന് വെച്ചാൽ കാണിക്കാതിരിക്കരുത്. ടീച്ചർ അടുത്ത് പോയി കാണിച്ചു എന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാണ്ട് ഞാൻ ഇവിടെ കൊച്ചിനെ എനിക്കറിയാം ഈ കൊച്ചിനെ പിടിച്ചു വെച്ച എന്റെ കസ്റ്റഡി കൊച്ചു നിൽക്കുകയാണ്. നിങ്ങൾ കുഞ്ഞിനെ മുൻനിർത്തി നിങ്ങൾ കളിക്കുകയാണ്. അത് ഈ സാഹചര്യത്തിലാണ് ഞാൻ ഇത്ര ഏറ്റവും വലിയ കുറ്റമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ കൂടിനകത്ത് എന്റെ മോന് ഞാനൊന്ന് മിഠായി സാധനങ്ങളും മേടിച്ചോണ്ടത് അവർ ഓടി വന്നിട്ട് സാറ് സ്കൂളിൽ ചെന്നപ്പോഴുള്ള സംഭവമാണ്. ഇവർ ടീച്ചറുമായിട്ട് എന്ത് സംസാരിക്കുക എന്താന്ന് എനിക്കറിയത്തില്ലല്ലോ. എന്തായാലും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ 2 പേരുടെയും കാര്യങ്ങൾ കേട്ടു, ഇടപെട്ടു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ കുഞ്ഞുങ്ങൾ നന്നായി വളരണം, ഇവർ 2 പേരും ഒരു കൂരയ്ക്ക് കീഴെ വന്നിരുന്നെങ്കിലുള്ള പ്രാർത്ഥനയും ഒരാഗ്രഹവും ഉണ്ടായിട്ടുണ്ടാവും. എന്നിരുന്നാൽ തന്നെയും ഇതിൻ്റെ ബാക്കിയുള്ള വശങ്ങളെക്കുറിച്ച് ഇവർ കേസ് നടത്തിയതും അവർ കേസ് നടത്തിയതൊക്കെ എന്താണ്, അതിൻ്റെ അനന്തരഫലങ്ങൾ എന്താണ്, ഇനി എന്താണ് നടപടി എന്നൊന്നും പറയാൻ നമുക്കറിയില്ല. അത് ബഹുമാനപ്പെട്ട ജഡ്ജിങ് പാനലിനോട് ചോദിക്കണം. മാഡം, അഭയദാസിൻ്റെയും സാബിയുടെയും വിവാഹ ജീവിതം ആദ്യം മുതൽ തന്നെ വളരെ ദുരിതപൂർണമായിട്ടുള്ളതായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ലവ് മാരേജ് ആയിരുന്നു. 2 ആഴ്ച മാത്രമാണ് ഇവർക്ക് സൗഹൃദമായിട്ട് ജീവിതം പങ്കിടാൻ പറ്റിയതെന്ന് 2 പേരുടെയും സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവരോട് സംസാരിച്ചതിൽ 2 പേരുടെയും ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അത് മറക്കാനോ പൊറുക്കാനോ പറ്റാത്ത തെറ്റുകളല്ല. കാരണം 2 കുഞ്ഞുങ്ങളുണ്ട്, 8ഉം 10ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾ. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിലും അവരെ നല്ലവരാക്കി നല്ല ഉത്തമ പൗരന്മാരാക്കി സമൂഹത്തിന് പ്രദാനം ചെയ്യുന്നതിലുമായിരിക്കണം ഒരച്ഛൻ്റെയും അമ്മയുടെയും ഏറ്റവും വലിയ കടമയെന്ന് പറയുന്നത്. ആ കടമ നിർവഹിക്കണമെങ്കിൽ ഈ അച്ഛനും അമ്മയും ഒന്നിച്ച് ജീവിക്കണം. കുഞ്ഞുങ്ങൾക്ക് സ്നേഹവും വാത്സല്യവും കൊടുക്കണം, അവരെ നന്നായി വളർത്തിയെടുക്കണം, നല്ല സ്വഭാവമുള്ളവരായിട്ട് വളർത്തിയെടുക്കണം. അവർക്ക് പഠിക്കാൻ കാശ് കൊടുത്താലോ പുസ്തകം വാങ്ങിച്ചു കൊടുത്താലോ ഉടുക്കാൻ തുണി വാങ്ങിച്ചു കൊടുത്താലോ മതിയാവുന്നതല്ല.
അവർക്ക് സ്നേഹവും വാത്സല്യവും വേണം. അവരെ നല്ല സ്വഭാവക്കാരായി വളർത്തിയെടുത്ത് നല്ല ഉത്തമ പുത്രന്മാരായിട്ട് നല്ല ബുദ്ധിയും കഴിവുമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർത്തിയെടുക്കേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെയും ചുമതലയാണ്. അതിന് നിങ്ങൾ ഒന്നിക്കണം, ഒന്നിച്ച് ജീവിക്കണം. മറക്കാനും പൊറുക്കാനും പറ്റാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ഇപ്പം സാബി ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല, ഭർത്താവുമായിട്ട് ഒന്നിച്ചു കൂടാൻ തയ്യാറല്ല. പക്ഷേ കുഞ്ഞുങ്ങളെക്കുറിച്ച് വേവലാതി ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ എങ്ങനെ വരണം എന്ന് ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അതെല്ലാം മറന്നിട്ട് ഒന്നിച്ചു പോകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സാബിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കസ്റ്റഡിക്ക് വേണ്ടിയ സാബിയുടെ ഈ അദാലത്തിന് വന്നിട്ടുള്ളത്. ആ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ അഭയദാസ് ഭർത്താവ് തൊടുപുഴ ഫാമിലി കോടതിയിലെ കുഞ്ഞുങ്ങളെ, ഈ 2 ആൺകുട്ടികളെയും അയാളുടെ ഭർത്താവ് ലീഗൽ ഗാർഡിയൻ ആണെന്ന് പ്രഖ്യാപിച്ച് കിട്ടുന്നതിനും 2 കുട്ടികളുടെ കസ്റ്റഡിക്ക് വേണ്ടിയും കേസ് കൊടുത്തിട്ടുണ്ട്. ആ OP ഗാർഡിയൻ വാർഡ് 86/2013 നമ്പർ കേസ് എക്സ്പാർട്ടി ആയിട്ട് 25/3/2013 തീർത്തിട്ടുണ്ട്. എനിക്ക് വക്കീൽ ഫീസ് കൊടുക്കാൻ എനിക്ക് നിർവാഹമില്ല. ഇവർ ആദ്യം കൊടുത്ത വക്കീൽ ഫീസിൽ ഇങ്ങനെയാണ് ആയിപ്പോയത്. ഇനി ഞാൻ ആരെ വിശ്വസിച്ചാൽ ഞാൻ കൊടുക്കേണ്ടത്? അപ്പോൾ ആ കേസ് തുടർന്ന് നടത്താനെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇവിടുന്ന് കുട്ടീനെ തരില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മാനുഷിക പരിഗണന വെച്ച് എൻ്റെ കൊച്ചിനെ ഒന്ന് കാണാൻ ആഴ്ചയിൽ ഒന്ന് എൻ്റെ അടുത്ത് നിൽക്കാനെങ്കിലും അനുവദിക്കുക. അവർ പിടിയാലെ കൊണ്ടുകൊടുത്ത ഞാൻ ഇന്ന് വരെ അവർ കാണിച്ചു വരുമ്പോൾ പറഞ്ഞിട്ടില്ല. ഈ കോടതി ഉത്തരവ് ഇങ്ങനെ ഇരുന്നാൽ തന്നെ സമ്മതം, 2 കൂട്ടർക്കും സമ്മതമാണെങ്കിൽ കുട്ടികളെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അച്ഛൻ്റെയോ അമ്മയുടെ കൂടെ നിർത്തുന്നതിന് നമ്മൾ തർക്കം പറയേണ്ട കാര്യമില്ല. അല്ല മേഡം, അതിന് പറയാം. പക്ഷെ അദ്ദേഹം അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇവര് ഒരുമിച്ചൊരു കുടുംബമായിട്ട് താമസിക്കണം, ഞാനൊരു ശല്യവും ചെയ്യത്തില്ല, ഞാൻ കോടതി പറയുന്ന എന്തും ഞാൻ കേൾക്കാം, ഏത് നിബന്ധനയും ഞാൻ ചെവിക്കൊള്ളാം എന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ ഇദ്ദേഹവും സമ്മതിച്ചു. എനിക്ക് എപ്പോൾ തോന്നിയ മനസ്സിന്റെ പ്രശ്നമാണ്. ഞാൻ ഈ സ്ത്രീയെയും കുട്ടികളെയും കൂടുതൽ അടുപ്പിക്കണമെന്ന് വിചാരിച്ച് പുള്ളി ചെയ്തതൊക്കെ നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അതെല്ലാം മഹാബോധ കാര്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ കൊണ്ട് അത് മാറുള്ളൂ. അത് തന്നെ മേഡം, അതിനുള്ള ഒരു അവസരം ഉണ്ട്. ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം എന്നാണ് ഞങ്ങൾക്ക് ഉപദേശിക്കാനുള്ളത്. കേസിനകത്ത് എക്സ്പാർട്ടി ആയിട്ട് വിധി വന്നിട്ടുള്ള സെറ്റസൈഡിലുള്ള പെറ്റീഷൻ കൊടുക്കണം. അതിനെ നിങ്ങൾ ലീഗൽ സർവീസ് അതോറിറ്റി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു അഡ്വക്കേറ്റിനെ വെച്ച് തരും. അല്ല, പറയുന്ന കേൾക്കുക. അതുപോലെ ഒരു അഡ്വക്കേറ്റിനെ വെച്ച് തരും. അവിടെ കോടതിയിൽ നിന്ന് വെച്ച് തരും. നിങ്ങൾക്ക് പണം കൊടുത്ത് ഒരു അഡ്വക്കേറ്റിനെ വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി കൊടുക്കുമ്പം ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു അഡ്വക്കേറ്റ് വെച്ച് തരും. ആ അഡ്വക്കേറ്റ് ഡെയിലി ഈ കേസിൻ്റെ പേപ്പറും കൊടുത്തിട്ട് ഇത് എക്സ്പാർട്ടി സെറ്റിസ്ഫൈഡുള്ള പെറ്റീഷൻ മൂവ് ചെയ്യണം. നിങ്ങളത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ വന്നു കഴിയുമ്പോൾ അപ്പോഴും ഒരു സെറ്റിൽമെൻറ്റ് വരും, ഒരു അദാലത്ത് വരും. ആ സമയത്തും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. കാരണം ഇത് എക്സ്പാർട്ടി ആയിട്ടുള്ള വിധിയാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഈ വിധി പ്രകാരം അഭിനയദാസ് അല്ലേ അച്ഛൻ്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ 2 കുട്ടികളെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിധിക്ക് എതിരായിട്ട് നിങ്ങൾ എക്സ്പാർട്ടി സെറ്റിസ്ഫൈഡ് പെറ്റീഷൻ ഫയൽ ചെയ്ത് ഇത് കോടതി മുമ്പാകെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ള ചാൻസ് കിട്ടുകയുള്ളൂ. അതിന് ലീഗൽ സർവീസ് അതോറിറ്റി പോയിട്ട് നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു അഡ്വക്കേറ്റ് വെച്ച് തരാൻ പറയുക. നിങ്ങൾക്ക് ഒരു പണച്ചെലവും ഇല്ല, ഫീസൊന്നും കൊടുക്കണ്ട. എന്നിട്ട് അവരത് വെച്ച് തരും. അങ്ങനെ ആ ഒരു അഡ്വക്കേറ്റ് വഴി നിങ്ങളത് മൂവ് ചെയ്യണം. പിന്നെ ഒരു അദാലത്ത് വയ്ക്കും. അത് കോടതിയിൽ തന്നെ ഒരു അദാലത്ത് വയ്ക്കുകയോ ആ അദാലത്തിനകത്ത് നിങ്ങൾക്ക് സംസാരിക്കാനും ഒരു കിട്ടും. അപ്പം കുട്ടികളുടെ കസ്റ്റഡിയെക്കുറിച്ച് സംസാരിക്കാൻ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം സമ്മതമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം സാബി പറഞ്ഞു ഇദ്ദേഹം ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് മൂത്ത കുട്ടി ഇത്രയായത്. നമുക്കും അത് മനസ്സിലാവുന്നുണ്ട്. അഭയദാസ് അത് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ കുട്ടിയുടെ വാക്കുകൾ മാത്രം ഒരിക്കലും ഒരു കോടതി മുഖവിലേക്ക് എടുക്കില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കൗൺസിലറുടെ കാര്യമാണ്, അല്ലാതെ ഒരു ജഡ്ജി പറഞ്ഞ കാര്യമല്ല. മനസ്സിലായില്ലേ? പക്ഷെ അപ്പോ അത് ഇവിടുന്ന് കേസ് വാദിക്കാൻ ആളെ തരുമെന്ന് പറഞ്ഞു. എനിക്ക് ജീവനാംശം തരാൻ പറഞ്ഞോ, എൻ്റെ സ്വർണം തരാൻ പറഞ്ഞോ, ഒന്നിനുമല്ല ഞാൻ വന്നത്. എനിക്ക് എൻ്റെ മോനെ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നത്. അതിന് കിട്ടിയില്ലെന്നും മനസ്സിലായി. ഇനി ഇവിടുന്ന് ഇപ്പൊ ഫ്രീ ആയിട്ട് വക്കീലിനെ വെക്കാന്ന് പറഞ്ഞു. ഇവരെന്റെ മോനെ അങ്ങനെ വെക്കുമ്പോ ഇവരെന്റെ മകനെ കാണാൻ പോലും അനുവദിക്കില്ലാത്ത ഒരു ജീവിതത്തില് ആ കൊച്ചു നാളെ വന്നും കോടതിയിൽ വന്ന് തള്ളി പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇതിന്റെ ഒന്നും എല്ലാം നിരാശയും നെഗറ്റീവും ആണല്ലോ ചിന്തിക്കുന്നത്. ഞങ്ങളിത് പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കും തോറും സാബി പിന്നെയും കരഞ്ഞോണ്ട് ഇത് എങ്ങനെ നെഗറ്റീവ് ആക്കാന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ഒന്നും സംഭവിക്കരുത്, അങ്ങനെ ഒന്നും വേണ്ട. നിങ്ങൾ കേസ് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങനെ അങ്ങ് താഴെ ഇറങ്ങി കഴിഞ്ഞു. എന്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ സംഭവിച്ചു പോയതാണ്. തെറ്റുകൾ സംഭവിച്ചു പോയി. ഇനി കുഞ്ഞുങ്ങൾ നന്നായിട്ട് ജീവിക്കട്ടെ. ഇപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് ചെറുപ്പം മുതലേ ഒരുപാട് കഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട കുട്ടിയാണ്. എൻ്റെ ഭാഗത്തും തെറ്റ് വന്നുപോയി മേഡം എന്ന് വരെ സമ്മതിച്ചു അദ്ദേഹം. അപ്പോൾ ഈ കേസ് വാദിക്കുന്ന കാര്യമൊന്നും അല്ല ഇവിടെ പറഞ്ഞത്.
നിങ്ങൾ രണ്ടുപേരും നമുക്ക് ശരീരത്തിന് അസുഖം വരുന്നത് പോലെ നമ്മൾ ഇമോഷണലായിട്ട് വൈകാരികമായിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമോശം സംഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. നിങ്ങൾ കുറച്ചൊന്ന് സംസാരിക്കൂ. ഒരു കൗൺസിലർ നമ്മൾ അപ്പം നമുക്ക് ഇവിടെ പറയാൻ പറ്റാത്ത പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ അവരോട് പറയാം. ഇനി കേസ് നടത്തണമെന്നോ കാശ് മുടക്കണമെന്നോ ഈ സമയം അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോഴത്തേക്ക് ഒരുപാട് ഗ്യാപ്പ് വരൂലേ? ഞാൻ അതല്ലേ പറഞ്ഞ സാബിയോട്. അത് വേണ്ട, ഒന്ന് സംസാരിക്കൂ. സംസാരിക്കുന്നുണ്ട് എന്താ കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഒരു പരിഹാരം കാണാം. ഈ 2 കുഞ്ഞുങ്ങളും ഒന്നിച്ച് വളരാനുള്ള ഒരു പരിഹാരം. അതൊരിക്കലും സാബി ഉടനെ പോയി അദ്ദേഹത്തോട് താമസിക്കാനല്ല. മനസ്സിലായില്ലേ? നിങ്ങളെ ഒരു തരത്തിലും വ്യക്തിപരമായിട്ട് ശല്യം ചെയ്യാത്തൊരു ജീവിതം കേട്ടോ. പക്ഷേ കുട്ടികൾക്ക് ബോധ്യം വരണം. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും സംരക്ഷണവും ഞങ്ങൾക്കുണ്ട്. ആ കുട്ടികൾക്കൊരു ആത്മവിശ്വാസം വരണം. അതിനുവേണ്ടി മാത്രം കേട്ടോ. സമ്മതിച്ചോ? ഓക്കെ. ഇപ്പോൾ പ്രണയവിവാഹമാണ് സമ്മതിക്കാൻ പോലും വയ്യാത്ത സ്ഥിതിയിലാണ് സാബി. താൻ ചെയ്തെല്ലാം തെറ്റാണെന്ന് വളരെ ഓപ്പണായിട്ട് സമ്മതിക്കുന്ന സ്ഥിതിയിലേക്ക് അഭയദാസം വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഇനി ജീവിക്കുന്ന പ്രശ്നമില്ല എന്ന വാശിയിലാണ് സാബി. എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഈ ജീവിതത്തിനകത്തുള്ള പ്രധാനപ്പെട്ടതായ ഒരു ഇഷ്യൂ ഈ സ്നേഹവും പരസ്പര വിശ്വാസവുമാണ്. ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, ഒരു ചെറുപ്പക്കാരി, 2 കുട്ടികളുടെ അമ്മ, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഇനി പോകാൻ വയ്യ എന്ന് വളരെ വാശിയായിട്ട് ഇത്രയും വിവരമുള്ളതായ ഒരു അദാലത്തിൻ്റെ മുമ്പിലും ആങ്കറിൻ്റെ മുമ്പിലും ഒക്കെ പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും എന്ന് സംശയിക്കാനുള്ളൊരു ഒരാഗ്രഹം എനിക്കുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ട്. പക്ഷെ അതിനെപ്പറ്റി കൺസേൺ ആവേണ്ട ആൾ അഭയദാസാണെന്ന് എനിക്ക് തോന്നുന്നത്. അഭയദാസിൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു അഭയദാസിനോടൊരു വിശ്വാസമോ അല്ലെങ്കിൽ സ്നേഹമോ എന്തുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാൻ അഭയദാസൻ തയ്യാറാകേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയുള്ളത്. കാരണം ഇതിനകത്ത് സൊല്യൂഷൻ അത് മാത്രമേ ഉള്ളൂ. ഇവിടെ മാഡം പറഞ്ഞതുപോലെയും എല്ലാവരും പറഞ്ഞതുപോലെയും 2 കുട്ടികളും 2 മാതാപിതാക്കളോട് ഒന്നിച്ച് താമസിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ജീവിതമുള്ളൂ. ഇതിനെപ്പറ്റി 2 പേരും ബോധവാന്മാരുമാണ്. പക്ഷേ സ്വന്തം മൂത്ത മകനെ ഭാര്യയുടെ കൂടേക്ക് വിട്ടുകൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറാകുന്നില്ല. ശരി, അതിനും ഒരു കാരണമുണ്ടെന്ന് വയ്ക്കാം. പക്ഷേ എന്തുകൊണ്ട് എൻ്റെ ഭാര്യ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്ന് കൂടെ താമസിക്കാനായിട്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ചുമതല ഒന്നിച്ച് ഷെയർ ചെയ്യാനുള്ളതായ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ അതിനെ അംഗീകരിക്കാത്ത എന്നുള്ളതിനെപ്പറ്റി ഉണ്ടല്ലോ ഒരു മനസ്സ് തുറന്നുള്ള സ്നേഹത്തോടു കൂടിയുള്ള വിശ്വാസത്തോടു കൂടിയുള്ള ഒരു സമീപനം നടത്തുന്ന ഒരു ശ്രമം ഞാനിവിടെ കണ്ടില്ല. എന്തുകൊണ്ട് എനിക്കിപ്പോഴും ചോദിക്കാനുള്ളതാണ്, നിങ്ങൾ 2 പേരും കൂടെ ഒന്നിച്ചിരുന്നിട്ടുണ്ടല്ലോ, ഒരു സെഷൻ നടത്തിയാൽ ഈ നമ്മൾ അതിനുള്ള വേദിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ കൗൺസിലിങ്ങിനെ ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ അത് ചെയ്യാത്തത് കൊണ്ട് എവിടെയൊക്കെയോ എന്തൊക്കെയോ നമ്മൾ ആരും അറിയാത്ത ചില പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് മറയ്ക്കാൻ വേണ്ടി ഒന്നുകിൽ ഇദ്ദേഹത്തിന് ജീവിതം മടുത്തു, അല്ലെങ്കിൽ ഈ ജീവിതം മടുത്തിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള എന്തെങ്കിലും ആലോചനകൾ ഉണ്ടാവാം. അതിനായിട്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളെല്ലാം സമ്മതിക്കുന്നതുണ്ടല്ലോ, ഒരുപക്ഷെ മറ്റെന്തിൻ്റെയോ ഒരു മറയ്ക്കാനുള്ള ഒരു കാരണം അതിനുണ്ടാവാം. കാരണം എല്ലാം സമ്മതിക്കുന്ന പിന്നെ ആരൊന്നും ചോദിക്കത്തില്ലല്ലോ. അപ്പം അങ്ങനെ പലതും ഉണ്ടാകും. പക്ഷേ നിങ്ങൾ തമ്മിലുണ്ടല്ലോ ഇതൊന്ന് തീരണം, ഒന്നിച്ച് ജീവിക്കണം, കുട്ടികളുടെ ഭാവി നന്നാവണം എന്നുള്ള മട്ടിൽ ഒന്നിച്ച് ഒരു എഫേർട്ട് ഇതുവരെ നടത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിന് അങ്ങനെ ഒരു എഫേർട്ട് നടത്താൻ പറ്റുമെങ്കിൽ അത് ഈ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് കൗൺസിലറുടെ പ്രസൻസ് നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. തമ്മിലൊന്ന്, ഞാൻ സാബിയോടും ചോദിക്കുന്നതേ ഉള്ളൂ, ഒന്ന് മനസ്സ് തുറന്ന് എന്തുകൊണ്ടാണോ തന്നെ എനിക്ക് വയ്യാത്തതെന്ന് പറയാനുള്ളൊരു അവസരം ഇത് നഷ്ടപ്പെടുത്തുന്നു. കുട്ടികളെ വളർത്തിക്കൊണ്ട് വരാനായിട്ട്, അവരെ വലുതാക്കാനായിട്ട് ആ ഒരു സാക്രിഫൈസ് ചെയ്തുകൂടെ? ആ മനുഷ്യൻ ഇപ്പോൾ ഒരുപക്ഷെ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് തെറ്റുകളൊക്കെ സമ്മതിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഒന്നിച്ച് നിങ്ങൾക്കിനി ഒരു ദോഷവും വരാത്ത രീതിയിൽ ഒരു വിവാഹ ജീവിതം നയിച്ചുകൊണ്ട് പോകാൻ സന്നദ്ധനാണെങ്കിലോ ആ അവസരം നിങ്ങളിതിനെ കളയുന്നേ? എല്ലാം കെട്ടിയടച്ച് ഞാനൊന്നിനും ഇല്ല എന്ന് പറഞ്ഞിട്ട് വളരെ വളരെ നെഗറ്റീവായ രീതിയിലേക്ക് മാഡം പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സ്ത്രീ പോകാൻ പാടില്ല. സത്യത്തിൽ ഇക്കാര്യത്തിലോട്ട് മാത്രം പ്രയോജനമില്ല. ജീവിതത്തെ ധൈര്യമായിട്ട് അഭിമുഖീകരിച്ചേ ഒക്കെയുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു അവസരമായിട്ട് കൂടെയാണ് ഞാൻ എന്നെ കണക്കാക്കുന്നത്. ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് എല്ലാവരും പറഞ്ഞ വലിയ തെറ്റുകളൊന്നും 2 പേരും കാണുന്നില്ല. തെറ്റുകൾ ചെയ്തിട്ടില്ലെന്നല്ല, പക്ഷേ ഇപ്പോഴും അങ്ങനെ പിരിഞ്ഞ് ജീവിക്കേണ്ടതായ ഒരു കാരണങ്ങൾ കാണുന്നില്ല. 2 കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്ന് മിടുക്കന്മാരായി വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുക തന്നെ വേണം. അതിനുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്. ആ അവസരം വിനിയോഗിക്കേണ്ടതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം അഭയദാസനാണ്.
ഒരു പെൺകുട്ടിയാണ്, നിങ്ങൾ പ്രണയിച്ച പെൺകുട്ടിയാണ്, വളരെ ചെറുപ്രായത്തിൽ നിങ്ങളെ കല്യാണം കഴിച്ച പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് ഒരു വീഴ്ച ഉണ്ടായ പോലും ഉണ്ടല്ലോ, അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഉണ്ടല്ലോ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൂടെ കൊണ്ടുവന്നു. അതാണൊരു പുരുഷൻ കാണിക്കേണ്ട ധർമ്മം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ചെയ്യാനുള്ള അവസരം ഇപ്പോഴും നിങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങൾ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ മൂത്ത കുട്ടിയെ അമ്മയ്ക്കെതിരായിട്ട് ഒരു കാര്യങ്ങളായിട്ട് പറഞ്ഞു അത് തെറ്റാണെന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പം ഇനിമേൽ ഇന്നു തൊട്ട് കുട്ടിയുടെ മനസ്സിനകത്ത് അമ്മയെക്കുറിച്ച് നല്ല പിക്ചർ കൊടുക്കുക. ഇത്രയും വരെ ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം വിടുക. അതായത് ഒരു കൊച്ചു കുട്ടിയുടെ മനസ്സിനകത്ത് നമ്മൾ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ വളർന്നു വരുന്ന ആ മാനസിക നിലയിൽ തന്നെ കുട്ടി പോകും. അപ്പം അമ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നൊരിതാവും. ആ കുട്ടിയെ നാളെ വിവാഹം കഴിക്കേണ്ടതാണ്. അപ്പം ആ വിവാഹം കഴിക്കുമ്പോൾ ഒരിക്കലും ആ ഭാര്യ വിശ്വസിക്കില്ല, ആ ഒരു സ്റ്റേജിലേക്ക് പോകും. അത് ചെയ്യാതെ, കാരണം അമ്മയും അച്ഛനും വേണം. കുട്ടികൾക്ക് അമ്മയുടെ വാത്സല്യം കൂടിയേ തീരും. അത് നിങ്ങളിപ്പം കട്ടൺ റൈറ്റായിട്ട് നിൽക്കുന്ന ഞങ്ങൾ കൊടുക്കൂല എന്നൊരിപ്പം പറഞ്ഞു. കൊടുക്കാം, നിങ്ങൾക്ക് മാനുഷികമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഞാൻ 3 ദിവസത്തെ കസ്റ്റഡി കൊടുക്കാം, 2 ദിവസം ഞാൻ എൻ്റെ കസ്റ്റഡി വയ്ക്കാം എന്നൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാമായിരുന്നു. ഇപ്പം അല്ല, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുക. എന്നിരുന്നാലും പിന്നെ കുട്ടിയെ കാണാൻ പോലുള്ള ഒരു അവസരം അമ്മയ്ക്ക് കിട്ടുന്നില്ല എന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ളൊരു ഇതിലേക്ക് പോകാതെ ഇനിയെങ്കിലും ആ കുട്ടിയുടെ മനസ്സിനകത്ത് അമ്മയെക്കുറിച്ചൊരു നല്ല പിക്ചർ കൊടുക്കുക. എങ്കിലേ ആ അമ്മയും അച്ഛനും വേണം കുഞ്ഞുങ്ങൾക്ക്. എന്നാലേ നല്ലതായിട്ടൊരു കുട്ടിയായിട്ട് മാറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ക്രിമിനൽ നേച്ചറിലേക്ക് പോകുക. അതൊരു അഭ്യർത്ഥനയാണ്, ഒരു അഡ്വൈസ്, ഒരു ഇതാണ്. അതും നിങ്ങൾ അത് കാര്യമായിട്ട് എടുക്കണം എന്നൊരു അഭിപ്രായം കൂടെ എനിക്കുണ്ട് ഇതിനകത്ത്. എന്നിട്ട് നിങ്ങൾ കഴിയുന്നതും 2 പേരും ഒന്നിച്ച് താമസിക്കുന്നതായിരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും നല്ലത്. കാരണം അതിൽ 2 കുട്ടികളുണ്ട്. 2 പേരും ഒരുമിച്ച് താമസിച്ച് ഒരു കുടുംബമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനേക്ക് നിങ്ങളൊന്ന് ശ്രമിക്കുകയും കൂടെ ചെയ്യുക. അതേപോലെ തന്നെ എനിക്ക് സാബിയോടും പറയാനുള്ളത് അതാണ്. അമ്മയും അച്ഛനും ഒന്നിച്ചു പോകുമ്പോഴാണ് ആ കുട്ടികളുടെ ജീവിതവും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അവരും തോന്നൽ വരും, എനിക്ക് അമ്മയുണ്ട് അച്ഛനും ഉണ്ട്, എനിക്ക് സ്നേഹം കിട്ടുന്നു, ലാളന കിട്ടുന്നു. അത് ആവശ്യമായ ഒരിതാണ്, നമ്മുടെ സമൂഹത്തിൽ അത് ആവശ്യമാണ്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക്. അല്ലെങ്കിൽ ചീത്തയായ മാർഗത്തിൽ കൂടെ അവർ കടന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ 2 പേരും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് കഴിയുന്നു യോജിക്കാൻ പറ്റുമെങ്കിൽ യോജിക്കുക. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യോജിച്ചൊരു മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് എൻ്റെതായ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം കൂടിയാണത്. സാധിക്കുമെങ്കിൽ നിങ്ങളത് ശ്രമിക്കണം എന്നൊരു അപേക്ഷയും കൂടെയുണ്ട്. സാബിക്കിനി പിന്നെ കേസ് നടത്താനും എന്തൊക്കെ രീതിയിലാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട ജഡ്ജിങ് പാനൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മാനുഷിക പരിഗണന വെച്ച് എന്തെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാമോ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ ഒരു സാധാരണ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലും ഒക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു നല്ല കൗൺസിലിംഗ്, മാനസികമായിട്ട് കുറച്ചുകൂടെ ഒരു സാബിയുടെ മനസ്സിനൊരു ഒരു സമാധാനവും ഒരു ആശ്വാസവും കൊടുക്കുന്ന രീതിയിലും സാബിക്കും ജീവിതത്തിൽ കുഴപ്പമില്ല ആത്മവിശ്വാസം കൊടുക്കാൻ ഒരു കൗൺസിലിംഗ് തീർച്ചയായിട്ടും ആവശ്യമാണ്. അഭയദാസിനും അത് ആവശ്യമുണ്ട്. അതിനുശേഷം മാത്രമേ ഇതിന് പൂർണ്ണമായിട്ട് ഈ കഥയ്ക്കൊരു തീരുമാനമാകൂ. വീണ്ടും കാണാം ജീവിതം സാക്ഷി.